മദ്രസയിൽ പോയ ആളുകളാണ് കൂടുതലും ഈ ലഹരി ഉപയോഗത്തിൻ്റെയും അക്രമത്തിൻ്റെയും അപകടമായ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത്. മദ്രസയിൽ നിന്നും കിട്ടിയ അറിവാണെന്നൊക്കെ വെച്ച് വാതോരാതെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഇങ്ങനെ തട്ടിവിടുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ പലിശ സമ്പ്രദായം പാടെ നിരോധിച്ചതിൻ്റെ പേരിലാണ് നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്തെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ഒരു കണക്കുണ്ട്. ഏകദേശം 70 ലക്ഷം കോടി രൂപ മുസ്ലിമീങ്ങൾ അവരുടെ അക്കൗണ്ടിൽ നിന്നും പലിശയായ രൂപത്തിൽ സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ 70 ലക്ഷം കോടി രൂപയാണ് നിലവിൽ കെട്ടിക്കിടക്കുന്നത്. ഈ 70 ലക്ഷം കോടി രൂപ അവർക്ക് എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ നിക്ഷേപകർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പിൻവലിക്കാമായിരുന്നു. എന്തുകൊണ്ട് ബാങ്കിൽ നിന്നും അവരത് എടുക്കുന്നില്ല? മതത്തിൻ്റെ പിൻബലം ഉള്ളതുകൊണ്ടാണ്. മതം പഠിപ്പിക്കുന്നു പലിശ പാടില്ല, മോശമായ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. അപ്പോൾ ഈ മുസ്ലിം നാമധാരികൾ ഈ മോശത്തരങ്ങൾ ചെയ്യുന്നതും അവിടെ നമുക്ക് വായിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. എല്ലാ മുസ്ലിമീങ്ങളും മദ്രസയിൽ പോകണമെന്നുണ്ടോ, അല്ലെങ്കിൽ ദീനീ വിദ്യാഭ്യാസം നുകരണം എന്നുണ്ടോ? ഇല്ലാത്ത ആളുകളായിരിക്കാമല്ലോ. അപ്പം പൊതുവേ നമ്മളിപ്പോൾ ഒരു പ്രശ്നമുണ്ടാവാൻ നേരത്ത്, ഒരു സംഘർഷമായ സംഭവം ഉണ്ടാകാൻ നേരത്ത് ഒരു കാരണവശാലും ഒരു മതത്തിൻ്റെയും ടൈറ്റിൽ നമ്മൾ വായിക്കരുത്. അത് മറികടക്കാനുള്ള അല്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടേണ്ടതിന് പകരം വർഗീയമായ വിഷച്ചുവയുള്ള വാക്കുകൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക.